കഫേ ഡയറി. സംഭവം നമ്മൾ ആലിയ ഭട്ട് വൈറലാക്കി വെച്ചൊരു കേക്കായിരുന്നു ലെറ്റോ എന്നൊരു മിൽക്ക് കേക്ക്. നാളെ അത് കുറേ ആയെങ്കിലും നമ്മളത് അന്ന് മുതലേ ഒരു ഗിവേ ട്രൈ കൊടുക്കണോ എന്ന് വിചാരിച്ച് നടന്നിട്ട് നമ്മളെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അതിന് പറ്റിയില്ല ഗൈസ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പോകുന്നത് ലെറ്റോയിലേക്ക് കേക്ക് ട്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ്, അതും ആലിയ ഭട്ട് വൈറലാക്കിയ മിൽക്ക് കേക്ക്. സോ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഷെഫിസാൻ. അങ്ങനെ നമ്മൾ നേരെ പോയത് സിറ്റി സെൻറ്ററിലേക്കായിരുന്നു. അങ്ങനെ സിറ്റി സെൻറ്ററൊക്കെ എത്തി നമ്മൾ ലെറ്റോ ഒക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ലെറ്റോയിലേക്ക് ഇങ്ങനെ നടന്ന് പോവാണ്. സത്യം പറഞ്ഞാൽ എന്നേക്കാൾ എക്സൈറ്റഡ് ആയിരുന്നു അവർ മൂന്നുപേരും. ലെറ്റോയുടെ എൻട്രൻസിൽ തന്നെ ഇതുപോലെ ഒരുപാട് കേക്കും ഡെസേർട്ട്സും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഏതെടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ എന്തായാലും വരും. പക്ഷെ നമുക്ക് അത്ര കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിട്ടില്ല, കാരണം നമ്മൾ കാര്യമായിട്ട് വന്നത് ഈ മിൽക്ക് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ നമ്മൾ മിൽക്ക് കേക്കിൽ നിന്ന് ഒരു പീസും പിന്നെ വേറൊരു കേക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ നിന്ന് ആളുടെ സജഷൻ തന്നെ ആയിരുന്നു, ഒരു നെപ്പോളിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേക്ക്. അങ്ങനെ 2 പീസ് കേക്കും ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ നമ്മുടെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മൂടിച്ച് അവിടെ ഭയങ്കര കാമായിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരുപാട് എലമെൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞ എലമെൻസ് ഒക്കെ കുറച്ച് കൂടി പോയെങ്കിലേ ഉള്ളൂ. ഐസോന് പിന്നെ കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ഓളോട് ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ക്യൂട്ട്നെസ് ഇട്ടുതരുമോ എന്ന് ചോദിച്ചപ്പോൾ ഓൾ എനിക്കിട്ടെന്നൊരു എക്സ്പ്രഷൻ ആയിരുന്നു ഇത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ 2 കേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും കാലത്തിന് നമ്മളിങ്ങനെ ആഗ്രഹിച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നൊരു സംഭവം ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അതിന് ഫസ്റ്റ് നമ്മൾ ആ ഒരു നെപ്പോളിയൻ കേക്കാണ് ട്രൈ ചെയ്തത്. അത് ഒരു ഏകദേശം നമ്മുടെ ഒരു ഹണി കേക്കിൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് പോകുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ നോർമൽ ഹണി കേക്ക് ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും. ഇതെന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നെപ്പോളിയൻ എന്തായാലും കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി മിൽക്ക് കേക്ക് ട്രൈ ആക്കണമല്ലോ. അങ്ങനെ ഫസ്റ്റ് തന്നെ മിൽക്ക് കേക്ക് ട്രൈ ആക്കിയത് ഐസു ആണ്. ഐസുവിന് അത് ഇഷ്ടമായി, കാരണം ഓളുടെ എക്സ്പ്രഷന് കണ്ടില്ലേ, അടിപൊളിയാക്കണമെന്നാണ് ഓള് പറയുന്നത്. നമ്മളെന്തായാലും ട്രൈ ആക്കിയിട്ട് നമുക്കതൊരു നോർമൽ മിൽക്ക് കേക്ക് ടേസ്റ്റ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വന്ന് അത്രയും ഹൈപ്പറിൽ പോയിട്ടുള്ളൊരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു എക്സ്പെക്റ്റേഷൻ അത് മീറ്റ് ചെയ്തില്ല. അങ്ങനെ നമ്മൾ ആഗ്രഹത്തിനൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മളെന്തായാലും അവിടുന്ന് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു ഇറങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. എനിവേ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ബൈ.